അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ? എല്ലാവരും നിസ്കാരമൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? ഇഅ്തിദാൽ വരെ എല്ലാവരും പഠിച്ചു. എന്തായിരുന്നു ഇഅ്തിദാലിലെ പ്രാർത്ഥന? റുക്കൂഇൽ നിന്ന് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുന്നു. നേരെ നിന്നുകൊണ്ട് തന്നെ റബ്ബനാ ലക്കൽ ഹംദു മിൽഅ സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് ചൊല്ലുന്നു. ഇനി അടുത്തതായി നമ്മൾ സുജൂദിലേക്കാണ് പോകേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്താതെ നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. ആദ്യം കാൽമുട്ടുകളാണ് നിലത്തെത്തേണ്ടത്. അത് കഴിഞ്ഞ് കൈ നമ്മൾ നിലത്ത് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ നെറ്റിയും താഴെ മുട്ടിക്കുന്നു. നെറ്റിയും മൂക്കിൻ്റെ തുമ്പും നിലത്ത് മുട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. കൂട്ടുകാരെ, സുജൂദ് ചെയ്യുമ്പോൾ നമ്മളുടെ കാലിൻ്റെ വിരലുകൾ കിബിലയിലേക്കാണ് തിരിഞ്ഞു നിൽക്കേണ്ടത്. നമ്മുടെ കാൽ ഒരു കാലിന് മേതെ വയ്ക്കുകയോ ഒരുപാട് അടുപ്പിച്ച് വെക്കാനോ ശ്രമിക്കരുത്. ഇനി നമ്മൾ കൈ എങ്ങനെയാണ് സുജൂദിൽ വെക്കേണ്ടത്? കൈയിൻ്റെ മുട്ട് നിലത്ത് തട്ടരുത്. മുട്ടൊക്കെ പൊക്കി കൈപ്പത്തി മാത്രം നിലത്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെ നല്ല ഭംഗിയിൽ സുജൂദ് ചെയ്യുമ്പോൾ നമ്മളൊരു തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല, സുബ്ഹാന റബ്ബിയൽ അഅല എന്നിങ്ങനെ 3 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇനി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നു. ഇനി ഇരിക്കുമ്പോൾ ഇടത്തെ കാൽ വിരിച്ച് അതിന്മേൽ ഇരിക്കുകയും വലത്തെ കാലിൻ്റെ വിരലുകൾ നിലത്ത് കുത്തി നിർത്തുകയും വേണം. കൈകൾ വെക്കേണ്ടതും സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കേണ്ട കാര്യങ്ങളുമെല്ലാം എൻ്റെ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ. ഇനി ഈ ഇരുത്തത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾക്കൊന്ന് ചൊല്ലി നോക്കാം. റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് 3 തവണ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് നമ്മളുടെ ഒരു റക്അത്ത് പൂർത്തിയാകുന്നത്. ഇനി നമ്മൾ ഒട്ടും തന്നെ തിരക്കൊന്നും കൂട്ടാതെ മെല്ലെ എഴുന്നേറ്റ് നിൽക്കുന്നു. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞെഴുന്നേറ്റ് കൈ കെട്ടുന്നു. എന്നിട്ട് ബിസ്മി മാത്രം ചൊല്ലിക്കൊണ്ട് ഫാത്തിഹ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ഇനി ബിസ്മി ചൊല്ലി ഒരു സൂറത്ത് ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇനി കൂട്ടുകാരെ, കഴിഞ്ഞ റക്അത്തിൽ ചെയ്തതുപോലെ തന്നെ റുക്കൂ ചെയ്യണം, ഇഅ്തിദാൽ ചെയ്യുകയും വേണം. അതിനുശേഷം
സുജൂദ് ചെയ്ത് സുജൂദിനിടയിലെ പ്രാർത്ഥനയും ചൊല്ലി വീണ്ടും ഒരു സുജൂദ് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ ചെയ്യുമല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.